എന്താണ് നാട്ടിൽ നടക്കുന്നത്? ജനങ്ങൾ ആരോടൊപ്പമാണ് നിൽക്കുന്നത്? എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്നത്? കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നേതാക്കൾക്ക്, UDF നേതാക്കൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങളൊക്കെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വരുന്നത്. ഇന്നലെ വരെ ആകാശത്തായിരുന്നു. ആകാശത്ത് നിന്നുകൊണ്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരും, ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്നൊക്കെ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടേയില്ല എന്നാണ്. കേൾക്കാം. മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പറയുന്നത്. എന്നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. താങ്കൾ UDF-നെ ജയിപ്പിച്ചില്ലെങ്കിൽ താങ്കൾ വനവാസത്തിന് പോവോ, രാഷ്ട്രീയ വനവാസത്തിന് പോവോ? ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്താണ്. ഞാൻ അതിന് പതറിക്കഴിഞ്ഞാൽ, അതിന് മറുപടി പറയാതെ ഉരുണ്ട് കളിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ല എന്ന് തോന്നും ആളുകൾക്ക്. രണ്ട്, ഞങ്ങളുടെ പ്രവർത്തകരുടെ, ജനങ്ങളുടെ, പൊതുജനങ്ങളുടെ ഒരു മുറയിൽ നഷ്ടപ്പെടും. അപ്പൊ ലീഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തകർന്നിരിക്കുന്ന UDF-ന്റെ നേതൃത്വമാണ് എന്നെ ഏൽപ്പിച്ചത്. 2 പ്രാവശ്യം തുടർച്ചയായി പരാജയപ്പെട്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് നിൽക്കുന്ന UDF-നെ, ആ UDF-നെ ഇന്ന് ഒരു തിളക്കമാർന്ന വിജയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അണികളെ ഒന്ന് ഉണർത്താൻ, അല്ലെങ്കിൽ അവരുടെ ആവേശം നിലനിർത്താൻ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് നേതാക്കൾ. പൊതുയോഗങ്ങളിലൊക്കെ പറയാറുണ്ട്. അത് സ്വാഭാവികവുമാണ്. എന്നാൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത വേണമല്ലോ. പൊതുയോഗത്തിൽ പറയുന്നത് പോലെ, പാർട്ടി യോഗങ്ങളിൽ പറയുന്നത് പോലെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ യാഥാർത്ഥ്യം മാത്രമേ പറയുകയുള്ളൂ. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അല്പമെങ്കിലും സത്യസന്ധത പുലർത്താൻ ശ്രമിക്കണം. VD സതീശൻ പറഞ്ഞത് ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടായിരുന്നു, അദ്ദേഹത്തിന്റെ തോന്നലും അതായിരുന്നു. അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എന്താണ് സാഹചര്യം? ലോകസഭയിൽ വൻ ഭൂരിപക്ഷത്തിന് UDF ജയിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടം കൊയ്യുന്നു UDF. സ്വാഭാവികമായും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ അനുഭവം ഉണ്ടാകും. ഈ തരംഗം അതുപോലെ തുടരും എന്നൊക്കെ പ്രതീക്ഷിക്കാം പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതാക്കൾക്കും UDF നേതാക്കൾക്കും. അതുമാത്രമല്ല, നടന്ന ബൈ ഇലക്ഷനുകളിലെല്ലാം വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു UDF. ഇതൊക്കെ കാണുമ്പോൾ ഉറപ്പായും പറയാമല്ലോ 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരും UDF എന്ന്. അതുമാത്രമാണ് പറഞ്ഞത് VD സതീശൻ. പക്ഷേ നാട്ടിൽ നടക്കുന്ന കാര്യം മറ്റൊന്നാണ്. നാട്ടിലെ റിയാലിറ്റി അത് മറ്റൊന്നാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയം, ലോക്സഭയിലേക്ക് മറ്റൊരു രാഷ്ട്രീയം, നിയമസഭയിലേക്ക് മറ്റൊരു രാഷ്ട്രീയമാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത്. അത് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. അതൊന്നും മനസ്സിലാക്കാതെ ഇതാ ഞങ്ങൾ 100 സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു പോയപ്പോഴുണ്ടായ അബദ്ധമാണ്. ഇപ്പോഴിതാ യാഥാർത്ഥ്യം മനസ്സിലാക്കി VD സതീശൻ. ജയിക്കുമോ എന്നറിയില്ല, എന്തായാലും 100 സീറ്റിൽ താഴെ ലഭിക്കുകയുള്ളൂ എന്നെങ്കിലും സമ്മതിച്ചിട്ടുണ്ട് VD സതീശൻ. എന്ന് വെച്ചാൽ ഒരു സംശയം വേണ്ട, പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് UDF-ന് ജയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് മറ്റൊരു ഭാഗത്ത് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് അറിയാതെ പറഞ്ഞു പോയത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഏഷ്യാനെറ്റിന് നൽകിയ ഇന്റർവ്യൂവിലാണ് പറയുന്നത്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. നല്ല പ്രതീക്ഷയിൽ പോകുന്നു. വലിയ മണ്ഡലമല്ലേ? വലിയ മണ്ഡലമാണ്. ഓടിയെത്താൻ പ്രയാസമുണ്ട്. അവിടെ എത്താൻ ഇപ്പോൾ റോഡുകളൊക്കെ നന്നായതുകൊണ്ട് എനിക്ക് ചില പരിചിതം, അതുകൊണ്ട് എത്തുന്നതിന് KPCC പ്രസിഡന്റാണ്. പേരാവൂരിൽ മത്സരിക്കുന്നു നിയമസഭയിലേക്ക്. അദ്ദേഹത്തോട് ഏഷ്യാനെറ്റിന്റെ ലേഖകൻ PG സുരേഷ് ചോദിക്കുകയാണ്, വലിയ മണ്ഡലമാണല്ലോ, എങ്ങനെ ഓടിയെത്താൻ കഴിയുന്നു എന്ന്. അപ്പോൾ പറയുകയാണ്, റോഡുകളൊക്കെ നന്നായി, വളരെ മെച്ചപ്പെട്ടു, എനിക്ക് സുപരിചിതമായ സ്ഥലങ്ങളും കൂടിയാണ്, അതുകൊണ്ട് വേഗത്തിൽ ഓടിയെത്താൻ കഴിയുന്നുണ്ട് എന്ന് നിഷ്കളങ്കമായി പറഞ്ഞതാണ്. അതിൻ്റെ അപകടം KPCC പ്രസിഡന്റിന് അപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകില്ല. പിന്നീട് വാർത്തകളായി, ട്രോളുകളായി മാറിയപ്പോഴാണ് എന്താണ് ഞാൻ പറഞ്ഞത് എന്ന് ഇപ്പോൾ KPCC പ്രസിഡന്റ് തിരിച്ചറിയുന്നത്. അദ്ദേഹം അത് സംബന്ധിച്ച് മറ്റൊരു കമന്റ് ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കേരയിൽ പദ്ധതിയെ ഈ പ്രതിപക്ഷം എതിർത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ പണി ഒരു 50% പൂർത്തിയാകുമായിരുന്നു. ഒരു റീച്ചെങ്കിലും ഉദ്ഘാടനം ചെയ്യാമായിരുന്നു. പക്ഷേ ആ പദ്ധതി മുടക്കിയത്
അതിനെതിരെ സമരം ചെയ്തത് കേരളത്തിലെ UDF-ഉം BJP-യും ചേർന്നാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒത്തൊരുമിച്ച് പറയും കേരളയിൽ വരണം കേരളത്തിൽ. അതുകൊണ്ട് ഈ സർക്കാർ തുടരണമെന്നും കേരളത്തിലെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇനിയും മാറ്റമുണ്ടാകണം, അതിന് ഈ സർക്കാർ തുടരണമെന്നും